കുഞ്ഞുങ്ങൾ ഇന്നും വിശന്ന് തളർന്നാണല്ലോ ഉറങ്ങിയിരിക്കുന്നത്. ഒരു നേരമെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വയറു നിറയെ അന്നം നൽകാൻ എന്നാണ് എൻ്റെ ദൈവമേ സാധിക്കുക? എന്താണ് ഭവതി സ്വയം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്? നാഥ, ഞാൻ പറയുന്നത് കൊണ്ട് അങ്ങെന്നോട് കോപിക്കരുത്. ദാരിദ്ര്യമാണെങ്കിലും എത്ര കാലം നമുക്കത് സഹിക്കാം. ഒരു പിടി അന്നത്തിൻ്റെ വെള്ളം പോലും തികച്ചു കൊടുക്കാനാകാതെ എങ്ങനെ നാം നമ്മുടെ ഈ കുഞ്ഞുങ്ങളെ വളർത്തും? നിത്യദാരിദ്ര്യം മാത്രമാണ് നമ്മുടെ മുതൽ. നേരം വെളുത്താൽ പൈതങ്ങൾ വിശന്ന് വരഞ്ഞ് എന്നെ കെട്ടിപ്പിടിച്ച് കഴിയുന്നു. ഒരു മാതാവായ ഞാൻ ഇതെങ്ങനെ സഹിക്കും? നാം ബ്രാഹ്മണകുലത്തിൽ ജനിച്ചു പോയിരുന്നത് കൂലിവേല എടുക്കാനും അനുവാദമില്ല. ഒരുപാടൊന്നുമുണ്ട്. ഒരു നേരത്തെ കഞ്ഞിവെള്ളം കുടിക്കാനുള്ള ഒരു മാർഗം അങ്ങ് ഉപദേശിക്കുന്നു. അങ്ങൻ്റെ ഭർത്താവാണ്. ഭർത്താവിനോടല്ലാതെ മറ്റാരോടാണ് ഞാനിത് പറയേണ്ടത്? ഞാൻ എന്തു മാർഗം നിർദ്ദേശിക്കാനാണ് സുശീല? എനിക്കെന്തറിയാം? ദൈവത്തെ ഭജിക്കാനല്ലാതെ മറ്റൊന്നും എനിക്കറിയില്ല. ഭക്തിയിൽ നാം സമ്പന്നരാണ്. പക്ഷേ കുട്ടികളുടെ വയറ് നിറയ്ക്കാൻ അത് മതിയാവില്ല എന്നെനിക്കറിയാം. എന്താണ് ഞാൻ ചെയ്യേണ്ടത്? പറയൂ സുശീല. ഞാനൊരു കാര്യം പറയട്ടെ. അങ്ങ് ദേഷ്യപ്പെടരുത്. പണ്ട് സാന്ദീപിനി മുനിയുടെ ഗുരുകുലത്തിൽ ദ്വാരകാധിപതിയായ കൃഷ്ണനെ ഒന്നിച്ച് പഠിച്ചിട്ടുണ്ടെന്ന് അങ്ങ് നിരവധി തവണ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങയോട് അളവറ്റ സ്നേഹമുണ്ടായിരുന്നെന്ന് അങ്ങ് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഇന്ന് ഐശ്വര്യ സമ്പൂർണനായി വാഴുന്നു. അദ്ദേഹത്തെ നേരിൽ കണ്ട് നമ്മുടെ ദാരിദ്ര്യസ്ഥിതി അറിയിച്ചാൽ തീർച്ചയായും നമ്മുടെ ഈ അവസ്ഥ അദ്ദേഹം മാറ്റിത്തരും. പ്രിയേ, നീ എന്താണ് ഈ പറയുന്നത്? കൃഷ്ണന്റെ സ്ഥാനം എവിടെ? ഏഴകളിൽ ഏഴയായ എൻ്റെ സ്ഥാനം എവിടെ? ഗുരുകുലത്തിൽ കുറച്ചുകാലം ഒരുമിച്ചുണ്ടായിരുന്നു എന്നതൊഴിച്ചാൽ കൃഷ്ണൻ ഈ പാപത്തിനെ ഓർമ്മിക്കുന്നുണ്ടോ എന്നുപോലും എനിക്കറിയില്ല. എൻ്റെ ഹൃദയം നിറയെ കൃഷ്ണ എന്ന് കരുതി അതിമോഹമൊന്നും നമുക്ക് വേണ്ട. ഇല്ല നാഥ, പതിവ്രതയായ ഈ പത്നിയാണ് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും അങ്ങയെ അറിയാണ്ട് പോകില്ല. അങ്ങ് തീർച്ചയായും പോകണം. അതിമോഹം അങ്ങ് നമുക്കില്ല. കുട്ടികളുടെ പട്ടിണിക്കൊരു നിവൃത്തി വരണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രിയേ, നീ വിഷമിക്കേണ്ട. ഞാൻ പോകാം. അറിഞ്ഞാലും ഇല്ലെങ്കിലും അദ്ദേഹത്തെ എനിക്കൊന്ന് കാണാമല്ലോ. എനിക്കത് മതി. പക്ഷേ വെറും കൈയോടെ എങ്ങനെയാണ് ഞാൻ എൻ്റെ കൃഷ്ണ ഭഗവാനെ കാണാൻ പോകുന്നത്? എനിക്കറിയില്ല. ഇതൊരു പിടി അകലാണ്. അങ്ങേത് കൃഷ്ണന് സമർപ്പിച്ചാൽ ഈ നിസ്സാരമായ അഭിവൃദ്ധി ഞാൻ എങ്ങനെ കൊടുക്കും? അദ്ദേഹത്തിന് എന്തു തോന്നും? നാഥ, ഭക്തിയോടുകൂടെ എന്ത് കൊടുത്താലും അതും തൃപ്തിയാണ്. അങ്ങേത് കൊണ്ടുപോയാലും കൃഷ്ണൻ ഇത് സ്വീകരിക്കും. എനിക്കുറപ്പാണ്. എൻ്റെ മക്കളുടെ വിശപ്പും അകറ്റും. അങ്ങ് ദ്വാരകയിലേക്ക് യാത്രയായാലും ഞാൻ കാത്തിരിക്കുന്നു അങ്ങയുടെ മടങ്ങിവരവിനായി. എല്ലാ പ്രതീക്ഷയോടും കൂടി. കൃഷ്ണ തേടി വരും
ഗുരുകുലവാസത്തിന് ശേഷം എവിടെയായിരുന്നു അങ്ങ് ഇതുവരെ? എത്ര കാലമായി ഒന്ന് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പഴയ സതീർത്ഥ്യനെ കാണാൻ ഇപ്പോഴെങ്കിലും ഒന്ന് വന്നല്ലോ. അതോ ബന്ധുഗ്രഹങ്ങളിൽ മറ്റും പോകുന്ന വഴി നമ്മെ ദർശിക്കാൻ വന്നതാണോ? വിവാഹമൊക്കെ കഴിഞ്ഞുവല്ലോ. പത്നിയും കുഞ്ഞുങ്ങളുമൊക്കെയായി സുഖമായിരിക്കുന്നുവോ? കഴിഞ്ഞു കൂടുവാൻ വേണ്ട സ്വത്തുക്കളും താമസിക്കാൻ നല്ല ഭവനവും ഇതിനിടയിൽ ഉണ്ടാക്കിയിട്ടില്ലേ? അത് എന്തു മറുപടിയാണ് ഞാൻ എൻ്റെ കൃഷ്ണനോട് പറയേണ്ടത്? തൻ്റെ നിസ്സഹായാവസ്ഥ പറഞ്ഞാൽ വേണ്ട, തൻ്റെ അഭിമാനം അതിനനുവദിക്കുന്നില്ല. എന്താണ് അങ്ങ് ഒന്നും പറയാത്തത്? ക്ഷീണം കൊണ്ടാവുമല്ലേ? ക്ഷീണം കൂടുതലാണെങ്കിൽ ഈ പട്ടുമെത്തയിൽ വിശ്രമിക്കൂ. ഞാൻ വീശാം. രുക്മിണി, ആ വിശറിഞ്ഞ് എടുക്കൂ. താങ്കളുടെ പാദങ്ങൾ പതിച്ച ഈ ഗ്രഹം ദേവാലയം തന്നെയായിരിക്കുന്നു. പറഞ്ഞാലും എങ്ങനെയാണ് നാം അങ്ങയെ സേവിക്കുക? ഒന്നും വേണ്ട ഭവതി, ഞാൻ ഇവിടെ ഇരുന്നു പോയി. എൻ്റെ കൃഷ്ണനെ ദർശിച്ചപ്പോൾ തന്നെ മനം നിറഞ്ഞു. എത്രമാത്രം സ്നേഹത്തോടെയും കരുതലോടെയുമാണ് നിങ്ങൾ ഈ പാവത്തിന് സ്വീകരിച്ചിരിക്കുന്നത്. സന്തോഷം കൊണ്ട് എൻ്റെ മിഴികൾ നിറയും. ആകെ ഒരു ദുഃഖം മാത്രം, നിങ്ങളുടെ ഈ സ്നേഹത്തിന് പകരം നൽകാൻ വിലപിടിപ്പുള്ള ഒന്നും തന്നെ എൻ്റെ കയ്യിൽ ഇല്ല. അതൊന്നുമല്ല, എന്നെ കാണാൻ താങ്കൾ വെറും കൈയോടെ വരില്ല എന്നെനിക്കറിയാം. എന്താണിത്? എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവയിൽ കൊണ്ടുവന്നിട്ടാണോ മടിച്ചു നിൽക്കുന്നത്? സന്തോഷമായി കൃഷ്ണ, ഇനി എനിക്കൊന്നും വേണ്ട. ഇതിൽ പരം ഒരാനന്ദം എനിക്കില്ല. ഞാൻ യാത്രയാവുകയും അങ്ങേക്കും പത്നിക്കും എൻ്റെ എല്ലാവിധ മംഗളങ്ങളും നേരുന്നു. ഇത്ര വേഗം മടങ്ങണമോ? കുറച്ചു ദിവസം ഇവിടെ തങ്ങിയാലും? ഇല്ല കൃഷ്ണ, കുഞ്ഞുങ്ങൾ കാത്തിരിക്കും, മടങ്ങിയേ പറ്റും. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ എന്നും അങ്ങുണ്ടായിരിക്കും. കുചേല, നിങ്ങളുടെ സ്നേഹത്തിലും ഭക്തിയിലും ഈ രാജധാനി അനുഗ്രഹീതമായിരിക്കുന്നു. ഞങ്ങളുടെ ഹൃദയവും നിനക്കൊപ്പമുണ്ട്. താങ്കളുടെ യാത്ര ദൈവികം നിറഞ്ഞതാവട്ടെ. ദൈവമേ, പത്നിയോട് ഞാൻ എന്തു പറയും? ഞാൻ എന്തെങ്കിലും കൊണ്ടുചെല്ലുമെന്ന് പ്രതീക്ഷിച്ച് വഴിക്കണ്ണുമായി കാത്തിരിക്കുമായിരിക്കും. കൃഷ്ണനെ കണ്ട സന്തോഷത്തിൽ മറ്റെല്ലാം ഞാൻ മറന്നു എന്ന് എങ്ങനെ പറയും? ഭഗവാനെ, നിന്നോടൊന്നും പറയാൻ എൻ്റെ മനസ്സനുവദിച്ചില്ല എന്ന് പറയുന്നതാവും സത്യം. എൻ്റെ ഭാര്യയും കുട്ടികളും പട്ടിണി കിടന്ന് മരിക്കാനാണോ വിധി? ഭഗവാനെ, വീടെത്തി. എനിക്ക് സ്വന്തം ഭവനത്തിലേക്കുള്ള വഴി മാറിപ്പോയോ? അതോ വഴി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു? എന്താണിത്? മണിമന്ദിരം, ഗോപുരങ്ങൾ, കോട്ടമതിലുകൾ, കേളി ഗ്രാമങ്ങൾ, എന്താണിത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇത് ദ്വാരം പോലെ തന്നെ ഇരിക്കുന്നല്ലോ. നടന്ന് നടന്ന് വിഭ്രാന്തിയിൽ ഞാൻ ദ്വാരകയിൽ തന്നെ തിരിച്ചെത്തിയോ?
സർവാഭരണ വിഭൂഷിതയായി സ്വർണ്ണത്താലവുമായി ആവരുന്നത് തൻ്റെ പത്നി സുശീലയല്ലേ? എൻ്റെ കൃഷ്ണ, എന്തൊരു മായാജാലമാണിത്! കണ്ണാ, ഭക്തവത്സല, നിന്റെ മായകൾ ഈ സതീർത്ഥന്റെ അടുത്തും കാട്ടിയല്ലേ കൃഷ്ണ? അങ്ങ് ദ്വാരകയിലെത്തിയ സമയം ഐശ്വര്യരൂപിണിയായ ഒരു ദിവ്യരൂപി ഇവിടെ വന്ന് ഒരു നിമിഷം കൊണ്ട് ഇതെല്ലാം നിർമ്മിച്ചു വേണ്ടുവോളം ഘനവും വസ്ത്രാഭരണങ്ങൾ നൽകി ദാസന്മാരെയും ദാസികളെയും നിയോഗിച്ച് അപ്രത്യക്ഷമായി. കൃഷ്ണഭഗവാന്റെ കൽപ്പന അനുസരിച്ചാണ് താനിതെല്ലാം നിർമ്മിക്കുന്നതെന്ന് ദേവി അരുളി ചെയ്തു. ഐശ്വര്യദേവതയായ ശ്രീ ലക്ഷ്മീദേവിയായിരുന്നു അത്. അങ്ങയുടെ ധാരകയ്ക്ക് സമമായി മറ്റൊരു ധാരക തന്നെ നൽകി ഈ പാപത്തിന് അനുഗ്രഹിച്ചിരിക്കുന്നു. കൃഷ്ണ ഭഗവാനെ, ഭക്തവത്സല, ഗുരുവായൂരപ്പ. ഐശ്വര്യവും സമ്പത്തും ധാരാളം ലഭിച്ചെങ്കിൽ കുചേലൻ അതിലൊന്നും മനസ്സു ചെലുത്താതെ സദാ കൃഷ്ണഭക്തിയിൽ മുഴുകി ജീവിതശിഷ്ടം കഴിച്ചുകൂട്ടി. അവസാനം വിഷ്ണു സായുജ്യം കൈവരിച്ചു. അദ്ദേഹത്തിൻ്റെ ഭക്തിയും കുട്ടികളും അതിരറ്റ കൃഷ്ണഭക്തിയോടെ തന്നെ ജീവിച്ചു. നിത്യേന ഒട്ടനവധി സാധുജനങ്ങൾക്ക് ദാനധർമ്മങ്ങൾ നടത്തി അവർ മാതൃകയായി. ഇതാണ് കൃഷ്ണന്റെയും കുചേലന്റെയും കഥ.